നമസ്കാരം. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഇന്നലെ അപ്രതീക്ഷിതമായിട്ടാണ് രാജിവെച്ചത്. ആ ഒരു രാജിയിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ മൗനം തുടരുകയാണ്. ഇനി ആരാണ് അടുത്ത ഉപരാഷ്ട്രപതി എന്ന ചോദ്യം മുന്നിൽ നിൽക്കുമ്പോൾ ശശി തരൂരിൻ്റെ പേരും ഇപ്പോൾ പറയപ്പെടുന്നു. ഒരാഴ്ചയ്ക്ക് മുൻപാണ് ജഗദീപ് ധൻഖർ ഗുരുവായൂർ ദർശനം നടത്തിപ്പോയത്. ഇന്നലെ പാർലമെൻറ്റ് വർഷകാല സമ്മേളനം ആരംഭിച്ചതേയുള്ളൂ. കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രപതി നോമിനിയായിട്ടുള്ള സദാനന്ദൻ മാസ്റ്റർ സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ഇന്നലെ രാത്രിയോടെയാണ് ജഗദീപ് ധൻഖർ അദ്ദേഹത്തിൻ്റെ രാജി രാഷ്ട്രപതിക്ക് നൽകുന്നത്. രാജിക്കുള്ള കാരണമായി ആരോഗ്യ പ്രശ്നങ്ങളാണ് അതിൽ ചൂണ്ടിക്കാട്ടുന്നത്. വളരെ അഭിമാനത്തോടു കൂടി തന്നെയാണ് രാജിവെക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. പക്ഷേ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഇംപീച്ച്മെൻറ്റ് നോട്ടീസുമായി ബന്ധപ്പെട്ട് ചെറിയ സ്വാരസ്യങ്ങളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മറ്റ് പ്രശ്നങ്ങളോ മറ്റ് സർക്കാരുമായിട്ടുള്ള വിഷയങ്ങളോ ഒന്നും തന്നെ പറയുന്നുമില്ല. എന്തായാലും വളരെ അപ്രതീക്ഷിതവും ഞെട്ടിക്കുന്നതുമായിരുന്നു ഈ രാജി. പക്ഷേ ഇനി അടുത്തത് ആര് എന്നുള്ളതിൽ ശശി തരൂരിൻ്റെ പേര് അവിടെ ഉയരുന്നുണ്ട്. എന്നാൽ ശശി തരൂർ ആകട്ടെ കോൺഗ്രസുമായിട്ട് ഇടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിലൊക്കെ മോദി സർക്കാർ മൗനം പാലിക്കുന്നു. ധൻഖറിനെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന് ഹൃദയാരോഗ്യ പ്രശ്നമുണ്ടായിരുന്നു. എന്നാൽ പോലും പദവിയിൽ നിന്ന് ഒഴിയുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന പോലും ഈ ഇടയ്ക്കൊന്നും തന്നെ വന്നിട്ടില്ലായിരുന്നു. കാരണം 2027 വരെ അദ്ദേഹത്തിന് കാലാവധി നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ അപ്രതീക്ഷിത രാജി കൂടി ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ ആദ്യം പറഞ്ഞതുപോലെ ഈ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഇംപീച്ച്മെൻറ്റ് സംബന്ധിച്ച് അതൊരു പിന്നാമ്പുറ വർത്തമാനമായിട്ട് നിലനിൽക്കുന്നു എന്നതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. ഇതിൽ സർക്കാരിൻ്റെ മൗനം ഇതൊക്കെയാണ് കൂടുതൽ സംശയത്തിലേക്ക് ഇപ്പോൾ വഴിവെക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ എന്തോ കാര്യമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതായത് വെറും ഒരു ആരോഗ്യ പ്രശ്നമായിരിക്കില്ല. ഒരുപക്ഷെ ഇനി തരൂരിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഒരുപക്ഷെ ഇതിനു വേണ്ടിയിട്ട് മാറിയതാവാം. അത്തരത്തിൽ ഒരുപാടുള്ള സംശയങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ശശി തരൂർ ആകട്ടെ ഈ അടുത്തിടെയായിട്ട് കോൺഗ്രസുമായിട്ട് വല്ലാണ്ട് പിണക്കത്തിലാണ്. അപ്പോൾ അതും ഒരു ഭാഗമാണ്. ഇനി പറഞ്ഞതുപോലെ തന്നെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ കാരണമെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കണം. കാരണം ഉപരാഷ്ട്രപതി പദവിയിൽ എത്തുമ്പോൾ നമുക്കറിയാം സാധാരണ പോലെ ഒരു വ്യക്തിയല്ല, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ജോലി ഭാരങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹം തന്നെ സ്വമേധയാ എടുത്ത ഒരു തീരുമാനവും ഇതാവാം എന്നും പറയുന്നു. പക്ഷേ ഇനി അടുത്തത് ആരെന്നുള്ള ചോദ്യത്തിന് എല്ലാവരുടെയും മുന്നിൽ ഇപ്പോൾ ശശി തരൂരാണ്. കാരണം ഈ 3 വർഷം തികയുന്നതിന് മുൻപാണ് ഈ രാജി പ്രഖ്യാപനം ഇപ്പോൾ വന്നിരിക്കുന്നത്. 2022 ഓഗസ്റ്റിലാണ് ഇദ്ദേഹം ഈ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കടന്നു വരുന്നത്. ഇവിടെ ശശി തരൂരിനെ സംബന്ധിച്ച വാർത്തകൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നിലനിൽക്കുന്നതാണ്. ആ അവസരത്തിൽ ഇപ്പോൾ തരൂരിൻ്റെ പേരും ഇക്കാര്യത്തിൽ കൂട്ടിച്ചേർക്കപ്പെടുന്നു. കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം തുടങ്ങുമ്പോൾ പ്രതിപക്ഷം പല കാര്യങ്ങളും മുന്നോട്ട് വെച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ആഞ്ഞടിക്കുമെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ പ്രചരിച്ചിരുന്നു. അത് പ്രധാനമായിട്ടും പഹൽഗാം ആക്രമണത്തെക്കുറിച്ചുള്ള സംഭവങ്ങളും അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമൊക്കെ തന്നെ എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ ഇതിനൊക്കെ കൃത്യമായി മറുപടി കൊടുക്കാനായി കേന്ദ്ര സർക്കാർ ഇറക്കാൻ പോകുന്നത് ശശി തരൂരിനെ ആണെന്ന് എല്ലാവർക്കും കൃത്യമായിട്ടറിയാം. അതുവഴി കോൺഗ്രസിന് സഭയിൽ വലിയൊരു പരാജയം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വന്നാൽ രാഹുൽ ഗാന്ധിക്ക് ഒരു കാര്യങ്ങളും കൃത്യമായി വിശദീകരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോലും കാര്യങ്ങളൊക്കെ മാറി മറിയും. ഈ ഒരു അവസരത്തിൽ ഇപ്പോഴുണ്ടായ സംഭവം കൂടി, അതായത് ഈ ഉപരാഷ്ട്രപതിയുടെ രാജി പ്രതിപക്ഷത്തിന് ഒരു ആയുധമാക്കാം. പക്ഷേ ഉപരാഷ്ട്രപതിയുടെ രാജിയെ ചൊല്ലി സഭയിൽ ഒരു കലഹത്തിലേക്ക് പോകുമ്പോൾ അതിനൊക്കെ തന്നെ വായടക്കാൻ പോകുന്നത് തരൂരിനെ ചിലപ്പോൾ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ടായിരിക്കാം. കാരണം മുൻപ് തന്നെ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ്. തരൂരിന് കേന്ദ്രമന്ത്രിയോ അല്ലെങ്കിൽ സഹമന്ത്രി സ്ഥാനങ്ങളൊന്നുമല്ല, അതിനുമൊക്കെ അപ്പുറം ഇങ്ങനെയുള്ള സ്ഥാനം നിൽക്കുകയാണ്. ഇപ്പോൾ മറ്റു മന്ത്രിമാരെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ജയശങ്കറിനെ പോലുള്ളവരൊക്കെ തന്നെ വിദേശകാര്യ നയങ്ങളിലേക്ക് അതിസമർത്ഥമായിട്ട് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് പ്രതിരോധ മേഖലയിൽ സമർത്ഥനായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഇതൊക്കെ നയതന്ത്രവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാനമാനമാണ്. എന്നാൽ ഇനിയിപ്പോൾ അത് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് നീങ്ങാനുള്ള സകല സാധ്യതകളുമുണ്ട്. തീർച്ചയായിട്ടും പ്രായം കൊണ്ടും അതോടൊപ്പം തന്നെ പക്വത കൊണ്ടും അറിവ് കൊണ്ടും അതുപോലെ അദ്ദേഹത്തിൻ്റെ അക്കാദമിക് പ്രൊഫൈൽ കൊണ്ടുമൊക്കെ തന്നെ ഉപരാഷ്ട്രപതി സ്ഥാനത്തിരിക്കാൻ എന്തുകൊണ്ടും യോഗ്യനാണ് ശശി തരൂർ. ഇനി ഉപരാഷ്ട്രപതി സ്ഥാനം കഴിഞ്ഞ് രാഷ്ട്രപതി പദവിയിലേക്ക് പോലും ശശി തരൂർ എത്തിയാൽ പോലും ആരും ഞെട്ടേണ്ട ആവശ്യമില്ല, അഭിമാനിക്കാം. കാരണം വിശ്വപൗരനായിട്ടുള്ള തരൂർ ഇന്ത്യയുടെ രാഷ്ട്രപതിയായാൽ നമുക്ക് അഭിമാനിക്കാം. എന്നാൽ ഇടയ്ക്ക് എല്ലാവരും പറഞ്ഞു കേരള രാഷ്ട്രീയത്തിലേക്ക് തരൂർ വരാനായിട്ട് പോവുകയാണെന്ന്. പക്ഷേ ഇപ്പോൾ ഉപരാഷ്ട്രപതി ആരെന്നുള്ള ഒരു ചോദ്യത്തിന് മുന്നിൽ ശശി തരൂരിൻ്റെ പേരാണ് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ അതിനപ്പുറം നമ്മുടെ നിലവിലുള്ള ഉപരാഷ്ട്രപതി എന്തിനാണ് അദ്ദേഹം രാജിവെച്ച് മാറിയത് എന്നുള്ള ഒരു ചോദ്യം കോൺഗ്രസും അതോടൊപ്പം തന്നെ CPM ഒക്കെ ഉന്നയിക്കുന്നുണ്ട്. അതിന് എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അത് സർക്കാർ പറയണമെന്നുള്ളത് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നു. എന്തായാലും ഇപ്പോൾ മോദി സർക്കാർ മൗനത്തിലാണ്. അതുകൊണ്ട് തന്നെ തരൂരിനെ ഉപരാഷ്ട്രപതിയായിട്ട് പ്രതീക്ഷിക്കാം. ഏതായാലും ഈ ഒരു രാജിയുടെ കാര്യം അത് എന്തായാലും സർക്കാരിനത് പാർലമെൻറ്റ് വിശദീകരിച്ച് സാധിക്കുകയുള്ളൂ.
കാരണം എന്തിനാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി രാജിവെച്ചത് എന്നത് രാജ്യം അറിയണമല്ലോ. ഇവിടെ അദ്ദേഹത്തിൻ്റെ രാജിയിൽ പറയുന്നതാകട്ടെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് എന്നുള്ളതാണ്. ഇനി മുകളിൽ നിന്നുള്ള എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള സമ്മർദ്ദം അത് ഈ ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതൊരു പക്ഷേ ഉണ്ടായിട്ടുണ്ടാവാം. പ്രത്യേകിച്ചും ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ കേസുമായി ബന്ധപ്പെട്ട ഇംപീച്ച്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വലിയ രീതിയിലുള്ള സമ്മർദ്ദം മുകളിൽ നിന്നുണ്ടായിട്ടുണ്ടോ എന്നതാണ് മറ്റൊരു ചോദ്യം. എന്നാൽ തന്നെയും തരൂരുമായി ബന്ധപ്പെടുത്തിയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. അതായത് ഈ തരൂരിനെ അവരോധിക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം ഇദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതാണോ എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുന്നു. തരൂരിനെ അവരോധിക്കാൻ വേണ്ടി മാറ്റി നിർത്തുന്നതാകാനുള്ള സാധ്യത ഒരിക്കലുമില്ല. കാരണം ഒന്നുകിൽ സർക്കാരുമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഉരസൽ ഇതിനകത്ത് ചിലപ്പോൾ ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാവാം. അതുപോലെ തന്നെ മുകളിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാം. അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹം നേരത്തെ ഒരുപക്ഷെ തയ്യാറെടുത്തതായിരിക്കാം രാജിവെക്കാമെന്ന്. ഇതൊക്കെ തന്നെ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ വലിയ കൃഷ്ണഭക്തനായിട്ടുള്ള അദ്ദേഹം ഗുരുവായൂരിൽ വന്ന് ഒരാഴ്ചയ്ക്ക് മുൻപ് ദർശനവും നടത്തി മടങ്ങുകയുണ്ടായത്. അപ്പോൾ ഈ സാധ്യതകളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ തരൂർ ഇങ്ങനെ കോൺഗ്രസിനെ വെട്ടിലാക്കി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തരൂർ ഉപരാഷ്ട്രപതിയാകും എന്നുള്ള ഒരു വാർത്തയായിരിക്കും എല്ലാവരും തന്നെ പറയുക. തരൂർ ഉപരാഷ്ട്രപതി ആകട്ടെ, ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിട്ട് ഇനി വൈകാതെ രാഷ്ട്രപതിയുമൊക്കെ ആയിക്കൊള്ളട്ടെ. KR നാരായണന് ശേഷം കേരളത്തിൽ ഒരാൾ ഈ പദവിയിലേക്ക് വരുന്നത് നല്ലതേ ഉള്ളൂ എന്നാണ് മലയാളികൾക്ക് പറയാനുള്ളത്.